മന്നത്താചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പിസ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പിസ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NS അതിൻ്റെ തലപ്പത്തേറിയിരിക്കുന്നത്. ആരാണ് ചട്ടമ്പിസ്വാമി? തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസുകാർക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. അടുത്ത് മടി വെച്ചേക്കുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്തെ യൂണിയൻ പ്രസിഡന്റായ സംഗീത് കുമാറിനെതിരെ ചട്ടമ്പിസ്വാമിയുടെ ജന്മഗ്രഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPS കാരിയെ പിടിച്ച് മടി വെച്ച് പറയുക, എൻ്റെ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവർ IAS അക്കാഡമി നടത്തും. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുപൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. മന്നത്ത് പപ്പനാവന് നാണക്കേടില്ലയോ? നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നിടത്തോട്ട് കൈപിടിച്ച് ഉയർത്തിയ മന്നത്ത് പപ്പനാവൻ്റെ പേര് ചായക്കട തുടങ്ങാമെന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവന് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം നായർ ഉയരണം, വളരണം, വലിയ നിലയിലെത്തണം. ഓമന കുഞ്ഞമ്മയ്ക്ക് വലിയ വിജയം ലഭിച്ചു. പരീക്ഷയിൽ MSc റാങ്ക് കിട്ടി. വനിത ആദ്യമായിട്ട് ഓമന കുഞ്ഞമ്മയെ വിളിച്ചു വരുത്തി ആദരിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ. ഒന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഓമന കുഞ്ഞമ്മയെ കണ്ടില്ലെന്ന് വെച്ചാൽ പോലെ. അതൊരു നായര. തിക്കുറിശി സുകുമാരൻ നായരുടെ സഹോദരിയായിരുന്ന തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി IAS കാരിയായിരുന്ന ശ്രീമതി ഓമന കുഞ്ഞമ്മയ്ക്ക് ആദ്യമായി MScക്ക് റാങ്ക് കിട്ടുമ്പോൾ അവരെ ആദരിക്കാൻ ആദ്യമെത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ സോമനാഥ് നായരല്ലയോ ISROയുടെ ചെയർമാനായി. കണ്ട ഭാവം നടിച്ചു. വൈക്കം കരയോഗം അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വൈക്കം കരയോഗം ആദ്യം കയറി സോമനാഥനെ അംഗീകരിച്ചു. അതുകൊണ്ട് അയാൾ ഇവിടെ കയറ്റത്തില്ല. ചേർത്തല താലൂക്ക് യൂണിയനിലെ സജീവ പ്രവർത്തനായ ഒരു കരയോഗം പ്രസിഡന്റിന്റെ മകനായിരുന്നു സോമനാഥ്. കരയോഗം പ്രസിഡന്റ് മോനാ. പക്ഷേ വൈക്കം താലൂക്ക് യൂണിയൻ സോമനാഥനെ അനുമോദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. സോമനാഥനെ ഇവിടെ കയറ്റത്തില്ല. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ ആരാ? പത്തനാപുരത്തുകാരനാ, ഒരു നായരാ, കരയോഗത്തിൽ അംഗമാണ്. കണ്ടതായിട്ട് നടിച്ചു. മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോയി. മോഹൻലാലിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. സ്വാഭാവികമല്ലേ? മോഹൻലാലിനെ പോലെ വലിയ ആക്ടർ വരുമ്പോൾ എല്ലാ സമുദായക്കാരും ചെറുപ്പക്കാരും. അപ്പം ഈ മോഹൻലാൽ വരുന്നറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ മന്നത്തിൻ്റെ ജയന്തിക്ക് പോകാത്ത പിള്ളേരും കൂടെ കയറി വണ്ടിക്കകത്ത്. അമ്മ ഞാനും വരുന്നു, മോഹൻലാലിനെ കാണണം. തെറ്റു പറയാൻ പറ്റുമോ? കുഞ്ഞുങ്ങളല്ലേ, വരണ്ടാന്ന് പറയാൻ പറ്റുമോ? കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഇളക്കമായി. മോഹൻലാലിനെ പോലെ ഒരു 10-20 വയസ്സുള്ളപ്പോൾ അങ്ങ് അഭിനയം തുടങ്ങിയാൽ പോരായിരുന്നു. എന്തിനാ അവിടെ ഇരുന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്? എന്നാൽ പിന്നെ മോഹൻലാലിനെ പോലെ ആളുകൾ കാണാൻ വേണ്ടി തിക്കി തിരക്കിയൊക്കെ വന്നേനല്ലോ. നന്ദപോയ ഭജനടത്ത പയ്യൻ അതറിയാതെ വിളിച്ചുകൊണ്ട് വന്നു. രാവിലെ 9:30 ഭജന വെച്ചു. അപ്പോൾ പറഞ്ഞ് കൂടെ പാടാൻ സമ്മതിക്കത്തില്ല ഇവിടെ. അല്ല, അവരെ ഭജന രീതി തന്നെയാണ്. എല്ലാവരും പാടുന്നു, ഓഡിയൻസ് കൂടെ പാടുന്നു. ഇതാണ് അവരുടെ രീതി. അതിവിടെ പറ്റില്ല. പണിക്കരുടെ ബന്ധു, ആരാണ് പണിക്കരുടെ ബന്ധു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടെ കയറ്റൂല. പിന്നെ അറിഞ്ഞ്. പക്ഷേ എന്ത് പറ്റി? 9:30 പാട്ട് തുടങ്ങി, 10:30 പാട്ട് നിർത്തിച്ച്. പാട്ട് കളിച്ചിട്ട് പന്തലി നോക്കുമ്പോൾ ആരും പന്തലില്ല. പാട്ട് കേൾക്കാനായിരുന്നു ആൾക്കാർ വന്നേ. അവരെല്ലാം ഊണ് കഴിക്കാൻ പോയി, അതുവഴി വീട്ടിലോട്ടും പോയി. കാരണം മന്നം ജയന്തിക്ക് പ്രസംഗിക്കാൻ വന്നവർ പറഞ്ഞ എന്തോന്നാ, പറഞ്ഞവർക്കും മനസ്സിലായില്ല, പാടിയവർക്കും മനസ്സിലായില്ല. അവരവരെ കാര്യം പറഞ്ഞിട്ട് പോയി. ഞാൻ മഹാകവിയാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവർ പാടുന്നത്. ഈ വക ഗോഷ്ഠികളാണ് നമ്മൾ കാണുന്നത്.